വെൽക്കം യു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ലൈൻ ക്ലിപ്പിംഗ് പ്രോബ്ലമാണ്. അതിനായി നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ യൂസ് ചെയ്യുന്നു. നമുക്ക് ആദ്യം വിൻഡോ ബൗണ്ടറീസിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. വിൻഡോയുടെ ബൗണ്ടറി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി 4 പാരാമീറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ് മിനിമം, എക്സ് മാക്സിമം, വൈ മിനിമം ആൻഡ് വൈ മാക്സിമം. എക്സ് മിനിമവും എക്സ് മാക്സിമവും ഉപയോഗിച്ച് നമുക്ക് വിൻഡോയുടെ വിഡ്ത്ത് എത്രയാണെന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിൻഡോയുടെ ലെഫ്റ്റ് ബൗണ്ടറി എവിടം മുതലാണ് തുടങ്ങുന്നത് എന്നറിയാൻ വേണ്ടി നമുക്ക് എക്സ് മിനിമം വാല്യൂ യൂസ് ചെയ്യാം. അപ്പോൾ എക്സ് മിനിമം ഉണ്ടെങ്കിൽ നമുക്കറിയാം വിൻഡോയുടെ ലെഫ്റ്റ് ബൗണ്ടറി എവിടം മുതലാണെന്ന്. അതേപോലെ എക്സ് മാക്സിമം ഉപയോഗിക്കുന്നത് വിൻഡോയുടെ റൈറ്റ് ബൗണ്ടറിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പോയിൻ്റ് എക്സ് മിനിമവും ഈ പോയിൻ്റ് എക്സ് മാക്സിമവുമാണ്. ഈ 2 പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ വിൻഡോയുടെ വിഡ്ത്ത് എത്രയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ വിൻഡോയുടെ വിഡ്ത്ത് എവിടം മുതൽ എവിടം വരെയാണ്? എക്സ് മിനിമം മുതൽ എക്സ് മാക്സിമം വരെ. അതേപോലെ ഇത് വിൻഡോയുടെ ടോപ്പ് മോസ്റ്റ് ബൗണ്ടറിയും ഇത് വിൻഡോയുടെ ബോട്ടം ബൗണ്ടറിയുമാണ്. അങ്ങനെയെങ്കിൽ ടോപ്പ് ബൗണ്ടറി എവിടെ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാരാമീറ്ററാണ് വൈ മിനിമം. അതേപോലെ ബോട്ടം ബൗണ്ടറി എവിടെ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൈ മാക്സിമം. അതുകൊണ്ട് തന്നെ വിൻഡോയുടെ ഹൈറ്റ് വൈ മിനിമം മുതൽ വൈ മാക്സിമം വരെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി? വിൻഡോയുടെ ലെഫ്റ്റ് ബൗണ്ടറി എക്സ് മിനിമത്തിലും വിൻഡോയുടെ റൈറ്റ് ബൗണ്ടറി എക്സ് മാക്സിമത്തിലുമാണ്. അതേപോലെ വിൻഡോയുടെ ടോപ്പ് ബൗണ്ടറി വൈ മിനിമത്തിലും വിൻഡോയുടെ ബോട്ടം ബൗണ്ടറി വൈ മാക്സിമത്തിലുമാണ് എന്നും മനസ്സിലാക്കി. ഹൈറ്റ് അറിയണമെങ്കിൽ വൈ മിനിമം മുതൽ വൈ മാക്സിമം വരെ, വിഡ്ത്ത് അറിയണമെങ്കിൽ എക്സ് മിനിമം മുതൽ എക്സ് മാക്സിമം വരെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് നേരെ എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ ഒരു വിൻഡോയും ഒരു ലൈനും തന്നിട്ടുണ്ട്. ലൈനിന് 2 എൻഡ് പോയിന്റുകളാണുള്ളത്, x1 y1 x2 y2. ഈ ലൈനാണ് നമുക്ക് ക്ലിപ്പ് ചെയ്യേണ്ടത്. കാണുമ്പോൾ തന്നെ അറിയാം ലൈനിൻ്റെ കുറച്ച് പോർഷൻ വിൻഡോയ്ക്കുള്ളിലും ചില പോർഷൻസ് വിൻഡോയ്ക്ക് പുറത്തുമാണ്. ഡെഫിനറ്റ്ലി നമുക്ക് വിൻഡോയുടെ പുറത്തുള്ള ഭാഗങ്ങൾ ക്ലിപ്പ് ചെയ്ത് കളയണം. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന അൽഗരിതമാണ് കൊഹൻ-സുദർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗരിതം. അത് അപ്ലൈ ചെയ്യും മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാനുണ്ട്. ഈ ഒരു എക്സാമ്പിളിലെ എക്സ് മിനിമവും എക്സ് മാക്സിമവും അതേപോലെ വൈ മിനിമം വൈ മാക്സിമം വാല്യൂസ് എന്താണ് എന്നുകൂടി അറിയണം. ഇപ്പം നമുക്ക് ലെഫ്റ്റ് ബൗണ്ടറി എന്താണ്, റൈറ്റ് ബൗണ്ടറി എന്താണ്, ഇതൊക്കെ അറിയാം അല്ലേ. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഈ പോയിന്റിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് എക്സ് അതിൻ്റെ മിനിമത്തിലുമാണ്, എന്നാൽ ടോപ്പ് ബൗണ്ടറി മീറ്റ് ചെയ്യുന്ന സ്ഥലം, അതായത് ഈ പോയിന്റിൽ ലെഫ്റ്റ് ബൗണ്ടറിയും ടോപ്പ് ബൗണ്ടറിയും മീറ്റ് ചെയ്യുന്നു എന്നർത്ഥം അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ബൗണ്ടറിയും ടോപ്പ് ബൗണ്ടറിയും മീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ പോയിന്റ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് എക്സ് മിനിമം വൈ മിനിമം എന്നാണ്. കാരണം എന്താ? ലെഫ്റ്റ് ബൗണ്ടറിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന എക്സ് മിനിമവും ടോപ്പ് ബൗണ്ടറിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വൈ മിനിമവുമാണ്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ബൗണ്ടറിയും ടോപ്പ് ബൗണ്ടറിയും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ നമുക്ക് എക്സ് മിനിമം വൈ മിനിമം എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ എക്സ് മിനിമത്തിൻ്റെ വാല്യൂ 20 ആണെന്നും മനസ്സിലാക്കാം, വൈ മിനിമത്തിൻ്റെ വാല്യൂവും 20 ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എക്സ് മിനിമവും വൈ മിനിമവും എത്രയാണെന്ന് മനസ്സിലായല്ലോ. ശരി, ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താ? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് മാക്സിമമാണ്, അതായത് വിൻഡോയുടെ റൈറ്റ് ബൗണ്ടറിയും ബോട്ടം ബൗണ്ടറിയും മീറ്റ് ചെയ്യുന്ന സ്ഥലം. വിൻഡോയുടെ റൈറ്റ് ബൗണ്ടറിയും ബോട്ടം ബൗണ്ടറിയും മീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റൈറ്റ് ബൗണ്ടറിയെ തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ് മാക്സിമവും ബോട്ടം ബൗണ്ടറിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് വൈ മാക്സിമവുമാണ്. അതുകൊണ്ട് വിൻഡോയുടെ റൈറ്റ് ബൗണ്ടറിയും ബോട്ടം ബൗണ്ടറിയും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ എനിക്ക് എക്സ് മാക്സ് വൈ മാക്സ് എന്ന് വിളിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്നത് എക്സ് മാക്സിൻ്റെ വാല്യൂവും ഈ തന്നിരിക്കുന്ന വൈ മാക്സിൻ്റെ വാല്യൂവും. അങ്ങനെയെങ്കിൽ ഇത് എക്സ് മിനിമം വൈ മിനിമം എന്ന പോയിന്റും ഇത് എക്സ് മാക്സിമം വൈ മാക്സിമം എന്ന പോയിന്റുമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? എക്സ് മിനിമം വൈ മിനിമം എന്താണെന്നും എക്സ് മാക്സിമം വൈ മാക്സിമം എന്താണെന്നും ക്ലിയർ ആയി. ശരി, ലൈൻ എൻഡ് പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, so now we know x minimum equal to 20, x maximum is equal to 50, y minimum is equal to 20 and y maximum is equal to 50. ആദ്യം ചെയ്യേണ്ടത് എന്ത്? നമ്മൾ കൊഹൻ-സുദർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതത്തിൽ പഠിച്ചത്
ഒരു ലൈനിനെ ക്ലിപ്പ് ചെയ്യണമെങ്കിൽ അതിന് 2 എൻഡ് പോയിന്റുകൾ ഉള്ളതിനാൽ ഓരോ എൻഡ് പോയിന്റിൻ്റെയും റീജിയൻ കോഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അതുകൊണ്ട് ആദ്യം x1 y1ൻ്റെ റീജിയൻ കോഡ് കണ്ടുപിടിക്കാം. അതിനുശേഷം x2 y2ൻ്റെ റീജിയൻ കോഡ് കണ്ടുപിടിക്കാം. ഇവിടെ x1 y1ൻ്റെ വാല്യൂ എത്രയാണ്? x1 y1ൻ്റെ വാല്യൂ 10 30 എന്നാണ് തന്നിരിക്കുന്നത്. x2 y2 എന്ന് പറയുന്നത് 30 10 ആണ്. അപ്പോൾ ആദ്യം x1 y1ൻ്റെ റീജിയൻ കോഡ് കണ്ടുപിടിക്കാം, പിന്നെ x2 y2ൻ്റെ റീജിയൻ കോഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് പോയിന്റ് x1 y1 അതായത് 10 30 എന്ന് പറയുന്ന പോയിന്റിൻ്റെ റീജിയൻ കോഡ് കണ്ടുപിടിക്കാൻ പോകുന്നു. റീജിയൻ കോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പ്രീവിയസ് വീഡിയോസിൽ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു, എങ്കിലും ജസ്റ്റ് ഒന്നുകൂടി ആവർത്തിക്കാം. റീജിയൻ കോഡ് കണ്ടുപിടിക്കാൻ 4 ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ x1 y1 എന്ന് പറയുന്ന പോയിന്റിലെ എക്സ് വാല്യൂ ലെഫ്റ്റ് ബൗണ്ടറിയെ എക്സീഡ് ചെയ്യാൻ പാടില്ല, അതേപോലെ റൈറ്റ് ബൗണ്ടറിയെയും എക്സീഡ് ചെയ്യാൻ പാടില്ല. അതേപോലെ സെലക്ട് ചെയ്യപ്പെട്ട x1 y1 എന്ന ഈ വാല്യൂ, ഇതിലെ y വാല്യൂ എന്ന് പറയുന്നത് ടോപ്പ് ബൗണ്ടറിയെയും എക്സീഡ് ചെയ്യാൻ പാടില്ല, ബോട്ടം ബൗണ്ടറിയെയും എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പോയിന്റിലെ എക്സ് വാല്യൂ എടുക്കുക, അതായത് x1. ഈ x1 എക്സ് മിനിമത്തിനേക്കാളും ലെസ്സായാൽ, നമ്മുടെ പോയിന്റിലെ എക്സ് വാല്യൂ എക്സ് മിനിമത്തിനേക്കാളും ലെസ്സായാൽ നമുക്ക് പറയാം നമ്മുടെ പോയിന്റ് ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്താണുള്ളത്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലെഫ്റ്റ് ബിറ്റിനെ 1 ആയി സെറ്റ് ചെയ്യുക. എന്തുകൊണ്ട്? കണ്ടീഷൻ ട്രൂ ആയാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പോയിന്റ് ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്താണ് എന്നുള്ളതാണ്. ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്താണെങ്കിൽ ലെഫ്റ്റ് ബിറ്റ് എന്നറിയിക്കാൻ L എന്ന ബിറ്റിനെ 1 ആയി സെറ്റ് ചെയ്യുക. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ L എന്ന ബിറ്റിൻ്റെ വാല്യൂ 0. അപ്പോൾ ഒന്നുകിൽ കണ്ടീഷൻ ട്രൂ ആവും, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആവും. കണ്ടീഷൻ ട്രൂ ആയാൽ ലെഫ്റ്റ് ബിറ്റിൻ്റെ വാല്യൂ 1, കണ്ടീഷൻ ഫോൾസ് ആയാൽ ലെഫ്റ്റ് ബിറ്റിൻ്റെ വാല്യൂ 0. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ പോയിന്റിൽ x1ൻ്റെ വാല്യൂ എത്ര? 10 അല്ലേ? 10 എന്ന ഈ വാല്യൂ എക്സ് മിനിമത്തിനേക്കാളും ലെസ് ആണോ എന്നാണ് ചോദ്യം. എക്സ് മിനിമം എത്രയായിരുന്നു? എക്സ് മിനിമത്തിൻ്റെ വാല്യൂ 20 ആയിരുന്നു. അപ്പോൾ 10 ലെസ് ദാൻ 20 ആണോ എന്നാണ് ചോദ്യം. കണ്ടീഷൻ എന്താ? ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ബിറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്താണോ അകത്താണോ എന്നറിയാനാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആണെങ്കിൽ L എന്ന് പറയുന്ന ബിറ്റ് 1 ആക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 0. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ കേസിൽ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് ബിറ്റിനെ സെറ്റ് ചെയ്തു. കാരണം നമ്മുടെ പോയിന്റ് ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്താണ്. ഓക്കെ, ഇനി ഈ പോയിന്റ് റൈറ്റ് ബൗണ്ടറിക്ക് പുറത്താണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? വീണ്ടും നമ്മുടെ x1 എടുക്കുക. x1 എന്ന ഈ വാല്യൂ എക്സ് മാക്സിമത്തിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എക്സ് മാക്സിമത്തിനേക്കാളും x1 എന്ന വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ, കണ്ടീഷൻ ട്രൂ ആയാൽ നമുക്ക് പറയാം നമ്മുടെ പോയിന്റ് റൈറ്റ് ബൗണ്ടറിക്ക് പുറത്താണ്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? റൈറ്റ് ബിറ്റ് സെറ്റ് ചെയ്യണം. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ റൈറ്റ് ബിറ്റ് റീസെറ്റ് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ 10 ആയതുകൊണ്ട് എക്സ് മാക്സിമത്തിൻ്റെ വാല്യൂ എത്രയാണ്? 50 ആണ്. ചെക്ക് ചെയ്യുന്നത് 10 ഗ്രേറ്റർ ദാൻ 50 ആണോ എന്ന. കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് റൈറ്റ് ബിറ്റ് 0യിലേക്ക് സെറ്റ് ചെയ്യുന്നു. ട്രൂ ആയാൽ മാത്രം 1 ആയി സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 0യിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയിരുന്നു, സെക്കൻഡ് കണ്ടീഷൻ ഫോൾസ് ആയിരുന്നു. അപ്പോൾ റൈറ്റ് ബൗണ്ടറിയും ലെഫ്റ്റ് ബൗണ്ടറിയും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ടോപ്പ് ആൻഡ് ബോട്ടം ബൗണ്ടറി ചെക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. ടോപ്പ് ആൻഡ് ബോട്ടം ബൗണ്ടറി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ y1 എന്ന വാല്യൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യണം നമ്മുടെ y1 ടോപ്പ് ബൗണ്ടറിയേക്കാൾ ലെസ്സായിരിക്കണം, ബോട്ടം ബൗണ്ടറിയേക്കാൾ ഗ്രേറ്ററുമായിരിക്കണം. എങ്കിലേ വിൻഡോയ്ക്കുള്ളിലെ പോയിന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ നമ്മുടെ y വാല്യൂ ടോപ്പ് ബൗണ്ടറിക്ക് പുറത്താണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആവും.
എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? y1 എന്ന വാല്യൂ y മിനിമത്തിനേക്കാളും ലെസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. y മിനിമം എന്ന് പറഞ്ഞാൽ ടോപ്പ് ബൗണ്ടറി, അതിനേക്കാളും ലെസ് ആവുക എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ടോപ്പ് ബൗണ്ടറി എന്നാണ് അർത്ഥം. അപ്പോൾ y വാല്യൂ y മിനിമത്തിനേക്കാളും ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ടോപ്പ് ബൗണ്ടറിക്ക് പുറത്താണ് നമ്മുടെ പോയിന്റ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വന്നാൽ a എന്ന ബിറ്റിൻ്റെ വാല്യൂ 1 ആയി സെറ്റ് ചെയ്യുക. ഈ കണ്ടീഷൻ ഫോൾസ് ആയാൽ നമ്മുടെ പോയിന്റ് എബവ് ബൗണ്ടറിക്ക് മുകളിലല്ല, ടോപ്പ് ബൗണ്ടറി എക്സീഡ് ചെയ്ത് പോയിട്ടില്ല, ബൗണ്ടറിക്കുള്ളിലാണെന്ന് മനസ്സിലാക്കുകയും a എന്ന ബിറ്റിൻ്റെ വാല്യൂ 0 ആക്കുകയും ചെയ്യണം. നമ്മുടെ കേസിൽ y1ൻ്റെ വാല്യൂ 30 ആണ്, y മിനിമത്തിൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ 30 ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണ്, അതുകൊണ്ട് a ബിറ്റ് 0 ആയി സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് കണ്ടീഷൻ ബിലോ ബൗണ്ടറിക്കുള്ളതാണ്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ y വാല്യൂ ഏതിനേക്കാൾ ഗ്രേറ്റർ ആണോ ചെക്ക് ചെയ്യുക. y മാക്സിമം എന്ന് പറഞ്ഞാൽ ബോട്ടം ബൗണ്ടറി. നമ്മുടെ y വാല്യൂ ബോട്ടം ബൗണ്ടറിയായ y മാക്സിമത്തിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ബോട്ടം ബൗണ്ടറിക്കും താഴെയാണ് നമ്മുടെ പോയിന്റ് എന്നർത്ഥം. അപ്പോൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബിലോ ബിറ്റ് 1 ആകുകയും കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ബിലോ ബിറ്റ് 0 ആവുകയും ചെയ്യുന്നു. നമ്മുടെ വാല്യൂ y1 30 ആണ്, 30യും y മാക്സ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 30 ഗ്രേറ്റർ ദാൻ 50 ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവുകയും ബിലോ ബിറ്റ് 0 ആവുകയും ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് ബൗണ്ടറി, റൈറ്റ് ബൗണ്ടറി, ടോപ്പ് ബൗണ്ടറി, ബോട്ടം ബൗണ്ടറി, 4 ബൗണ്ടറിക്ക് കറസ്പോണ്ടിങ് ആയ ബൗണ്ടറി കണ്ടീഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഏത് ബൗണ്ടറി കണ്ടീഷനാണോ ട്രൂ ആവുന്നത് അതിനനുസരിച്ചുള്ള ബിറ്റ് നമ്മൾ സെറ്റ് ചെയ്യും. അതായത് ലെഫ്റ്റ് ബൗണ്ടറിയുടെ കണ്ടീഷൻ ട്രൂ ആയാൽ ലെഫ്റ്റ് ബിറ്റ് സെറ്റ് ചെയ്യണം. റൈറ്റ് ബൗണ്ടറിയുടെ കണ്ടീഷനാണ് ട്രൂ ആവുന്നതെങ്കിൽ റൈറ്റ് ബിറ്റ് സെറ്റ് ചെയ്യണം. ടോപ്പ് ബൗണ്ടറിയുടെ കണ്ടീഷനാണ് ട്രൂ ആവുന്നതെങ്കിൽ എബവ് ബിറ്റ് സെറ്റ് ചെയ്യണം. ബിലോ ബൗണ്ടറിയുടെ കണ്ടീഷനാണ് ട്രൂ ആവുന്നതെങ്കിൽ ബോട്ടം ബിറ്റ് സെറ്റ് ചെയ്യണം. ഇനി ഇതിലേത് കണ്ടീഷനാണോ ഫോൾസ് ആകുന്നത് അങ്ങനെയെങ്കിൽ കറസ്പോണ്ടിങ് ബിറ്റ് നമ്മൾ 0 ആയിട്ട് അസൈൻ ചെയ്യും. അങ്ങനെ 4 കണ്ടീഷൻസും ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് L ബിറ്റിൻ്റെയും R ബിറ്റിൻ്റെയും A ബിറ്റിൻ്റെയും B ബിറ്റിൻ്റെയും വാല്യൂ കിട്ടും. അങ്ങനെ 4 വാല്യൂസ് കിട്ടിയോ? Lഉം Rഉം Aയും Bയും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് X നോക്കാം. രണ്ടാമത്തെ പോയിൻ്റാണ് x2 y2. അതിൻ്റെ വാല്യൂ 30 10 എന്നായിരുന്നു. നേരത്തെ x1 y1ൻ്റെ റീജിയൻ കോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ച അതേ ടെക്നിക്കാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ x1 y1 എന്ന അതായത് ഈ പോയിന്റിൽ ഇവിടെ നമ്മൾ x1 y1 എന്നല്ല എടുക്കേണ്ടത്, പകരം ഇവിടെ നമ്മൾ എന്തെടുക്കണം? ഇവിടെ x2 y2 എന്നാണ് എടുക്കേണ്ടത്. ചെക്ക് ചെയ്യേണ്ട പോയിൻ്റ് ഏതോ ആ പോയിൻറ്റിൻ്റെ വാല്യൂ എടുക്കുക. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് നോക്കണം? x2 y2 എന്ന പോയിൻറ്റിലെ x2 എന്ന വാല്യൂ എക്സ് മിനിമത്തിനേക്കാളും ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് ബൗണ്ടറിക്കുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആയാൽ ലെഫ്റ്റ് ബിറ്റ് 1 അല്ലെങ്കിൽ ലെഫ്റ്റ് ബിറ്റ് 0. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ x2ൻ്റെ വാല്യൂ 30 ആണ്. 30 ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്തു. കണ്ടീഷൻ ഫോൾസ്, അതുകൊണ്ട് ലെഫ്റ്റ് ബിറ്റ് 0. അത് കഴിഞ്ഞ് സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. റൈറ്റ് ബൗണ്ടറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് x2 എന്ന ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ എക്സ് മാക്സിമം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 30 ഗ്രേറ്റർ ദാൻ 50 ആണോ എന്ന് ചെക്ക് ചെയ്തു. കണ്ടീഷൻ അഗെയിൻ ഫോൾസ് ആണ്, അതുകൊണ്ട് റൈറ്റ് ബിറ്റും 0 ആവുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ y2 എടുക്കുന്നു. y2 ലെസ് ദാൻ y മിനിമം ആണോ എന്ന് നോക്കി. അതായത് 10 ലെസ് ദാൻ 20 ആണോ എന്ന് നോക്കി. കണ്ടീഷൻ ട്രൂ ആണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ പോയിൻറ്റിലെ y വാല്യൂ എബവ് ബൗണ്ടറിക്കും മുകളിലാണ്. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ട്രൂ ആയത്. അങ്ങനെ വന്നാൽ എബവ് ബിറ്റിനെ 1 ആയി സെറ്റ് ചെയ്യുക. ലാസ്റ്റ് ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. പോയിൻറ്റിലെ y വാല്യൂ y മാക്സിമത്തിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് 10 എന്ന ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 50 ആണോ എന്ന് ചെക്ക് ചെയ്തു. കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോൾസ് ആണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ബിറ്റിനെ എന്താക്കുക?
റീസെറ്റ് ചെയ്ത് 0 ആക്കണം. അതായത് ഇവിടെ 4 കണ്ടീഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇത് ലെഫ്റ്റ് ബൗണ്ടറിക്കുള്ള കണ്ടീഷൻ, ഇത് റൈറ്റ് ബൗണ്ടറിക്കുള്ള കണ്ടീഷൻ, ഇത് എബവ് ബൗണ്ടറിക്കും ഇത് ബിലോ ബൗണ്ടറിക്കുമുള്ള കണ്ടീഷൻസ്. ഓരോ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് ട്രൂ ആണെങ്കിൽ 1 ആയി ബിറ്റ് മാറുന്നു, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ബിറ്റ് 0 ആയിട്ട് റീസെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ 4 കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൽ ബിറ്റും ആർ ബിറ്റും എ ബിറ്റും ബി ബിറ്റും കിട്ടുന്നു. 4 ബിറ്റിൻ്റെയും വാല്യൂസ് കിട്ടി. ഇപ്പം നമ്മുടെ കയ്യിൽ 2 സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഏതൊക്കെ? ഒന്ന് x1 y1 എന്ന് പറയുന്ന പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് എൽ ആർ എ ബി എന്ന 4 ബിറ്റുകളും, അതേപോലെ x2 y2 എന്ന പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് ആയ എ ബി ആർ എൽ ബിറ്റുകളുമുണ്ട്. ഈ 2 ബിറ്റുകളെ നമ്മൾ ഏത് ഓർഡറിലാണ് എഴുതേണ്ടത്? നമ്മൾ എഴുതേണ്ട ഓർഡറാണ് എ ബി ആർ ആൻഡ് എൽ, എബവ് ബിലോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഈ ഓർഡറിലാണ് നമ്മൾ ബിറ്റുകളെ എഴുതേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ ഫസ്റ്റ് x1 y1ൻ്റെ കറസ്പോണ്ടിങ് ആയ ഈ ബിറ്റ് വാല്യൂസിനെ നമ്മൾ എങ്ങനെ എഴുതണം? എ ബി ആർ എൽ എന്ന ഫോർമാറ്റിൽ എഴുതുക. അപ്പം നമുക്ക് റീജിയൻ കോഡ് എന്തായിട്ട് കിട്ടും നോക്കിക്കേ. എ ബി ആർ എൽ ഫോർമാറ്റിൽ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ x1 y1 എന്ന പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് റീജിയൻ കോഡാണ് 0001 എന്ന് പറയുന്ന ഈ ബിറ്റ്. അതിലെ ആദ്യത്തെ ബിറ്റ് എബവ് ബിറ്റ്, ബിലോ ബിറ്റ്, റൈറ്റ് ബിറ്റ്, ലെഫ്റ്റ് ബിറ്റ്, ഈ ഓർഡറിലേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് പോയിന്റിൻ്റെ x1 y1 എന്ന് പറയുന്ന പോയിന്റിൻ്റെ റീജിയൻ കോഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതേപോലെ തന്നെ രണ്ടാമത്തെ പോയിൻ്റായ x2 y2വിൻ്റെയും റീജിയൻ കോഡ് കണ്ടുപിടിക്കുക. ബിറ്റുകൾ നമ്മുടെ കൈവശമുണ്ട്. ആ ബിറ്റുകളെ എ ബി ആർ എൽ ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്ത് രണ്ടാമത്തെ പോയിൻറ്റിൻ്റെയും റീജിയൻ കോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു, വിച്ച് ഈസ് 1000. അങ്ങനെ 2 പോയിൻറ്റുകളുടെയും x1 y1ൻ്റെയും x2 y2വിൻ്റെയും റീജിയൻ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ റീജിയൻ കോഡുകളെ നമുക്ക് ആൻഡ് ചെയ്യണം. ആൻഡ് ഓപ്പറേഷനാണ് അടുത്തത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ x1 y1ൻ്റെ റീജിയൻ കോഡും എഴുതുന്നു, x2 y2ൻ്റെ റീജിയൻ കോഡും എഴുതുന്നു. 2 റീജിയൻ കോഡും എഴുതിയ ശേഷം നമ്മൾ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ബിറ്റ് ബൈ ബിറ്റായിട്ടാണ് ആൻഡ് ചെയ്യുന്നത്. അതായത് 1 ആൻഡഡ് വിത്ത് 0, അപ്പം നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ദെൻ 0 ആൻഡഡ് വിത്ത് 0, അപ്പോഴും 0 എന്ന് കിട്ടും. പിന്നെ 0 ആൻഡഡ് വിത്ത് 0, വീണ്ടും നമുക്ക് 0 കിട്ടി. ലാസ്റ്റ് 0 ആൻഡഡ് വിത്ത് 1, അപ്പോഴും നമുക്ക് 0 എന്ന് കിട്ടി. അങ്ങനെ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം ഈ 4 ബിറ്റുകളെ നമുക്കൊന്ന് ഓർ ഓപ്പറേഷൻ ചെയ്യണം. അതായത് ഫസ്റ്റ് ബിറ്റ് ഓർ, സെക്കൻഡ് ബിറ്റ് ഓർ, തേർഡ് ബിറ്റ് ഓർ, ഫോർത്ത് ബിറ്റ്. അങ്ങനെ ഈ 4 ബിറ്റുകളെ നമ്മൾ ഓർ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് നമുക്ക് 0 ആണ് കിട്ടുന്നത്. നേരത്തെ നമ്മൾ അൽഗോരിതത്തിൽ പഠിച്ചതാണ്, ആൻഡ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ടിനെ ഓർ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകിൽ ഒരു 1 കിട്ടാം, അല്ലെങ്കിൽ ഒരു 0 കിട്ടാം. കിട്ടുന്നത് ഒരു 1 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈൻ റിജക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ലൈൻ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ദ വിൻഡോ. 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ ലൈനിനെ അക്സെപ്റ്റ് ചെയ്യണം, ബിക്കോസ് ദിസ് ലൈൻ റിക്വയേഴ്സ് ക്ലിപ്പിംഗ് എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് 0 ആണ് കിട്ടിയത്, അതിൻ്റെ അർത്ഥം നമ്മുടെ ലൈനിന് ക്ലിപ്പിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് ക്ലിപ്പിങ്ങിനായി ഞാൻ ഈ ലൈനിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി എങ്ങനെ ക്ലിപ്പ് ചെയ്യും? ക്ലിപ്പിങ്ങിന് ഓരോ ബൗണ്ടറിക്കും പുറത്താണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. നമ്മുടെ ലൈൻ എൻഡ് പോയിൻ്റ് ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്താണെങ്കിൽ ഏത് ഇക്വേഷൻസ് ഉപയോഗിക്കണം, അതല്ല നമ്മുടെ പോയിൻ്റ് റൈറ്റ് ബൗണ്ടറിക്ക് പുറത്താണെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, ഇനി നമ്മുടെ പോയിൻ്റ് ടോപ്പ് ബൗണ്ടറിക്ക് മുകളിലാണെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, ബോട്ടം ബൗണ്ടറിക്ക് താഴെയാണെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പം ഏത് ബൗണ്ടറിയെയാണോ ക്രോസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് x1 y1 എന്ന പോയിൻ്റ് എടുക്കുക, അതിൻ്റെ റീജിയൻ കോഡും ഒന്ന് നോക്കാം. അപ്പോൾ x1 y1 എന്ന പോയിൻറ്റിൻ്റെ റീജിയൻ കോഡ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ 0001 എന്നാണ്, വിച്ച് മീൻസ് എബവ് ബിറ്റ് 0 ആണ്. അതായത് നമ്മുടെ പോയിൻ്റ് ബൗണ്ടറിയുടെ മുകളിലല്ല. ബിലോ ബിറ്റ് 0 ആണ്, ബോട്ടം ബൗണ്ടറിക്ക് താഴെയുമല്ല. റൈറ്റ് ബിറ്റ് 0 ആണ്, റൈറ്റ് ബൗണ്ടറിയെ ക്രോസ് ചെയ്യുന്നില്ല. പക്ഷെ ലെഫ്റ്റ് ബിറ്റ് 1 ആണ്, എന്ന് വെച്ചാൽ ലെഫ്റ്റ് ബൗണ്ടറിക്ക് വെളിയിലാണ്. അപ്പോൾ എബവ് ബൗണ്ടറിക്കും അകത്താ, ബിലോ ബൗണ്ടറിക്കും അകത്താ, റൈറ്റ് ബൗണ്ടറിക്കും അകത്താ, പക്ഷേ ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്താണ്. അങ്ങനെയെങ്കിൽ x1 y1 എന്ന ഈ പോയിന്റിന് ലെഫ്റ്റ് ക്ലിപ്പിംഗ് ആണ് ആവശ്യം.
അപ്പോൾ ലെഫ്റ്റ് ബിറ്റ് 1 ആയാൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാനാണോ പറഞ്ഞത് ആ ഇക്വേഷൻ യൂസ് ചെയ്യണം. മനസ്സിലായോ? പക്ഷേ x2y2നെ നമ്മൾ നോക്കിയപ്പോഴോ x2y2നെ നോക്കിയപ്പോൾ അതിൻ്റെ റീജിയൻ കോഡ് 1000 എന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ എബവ് ബിറ്റാണ് 1. എബവ് ബിറ്റ് 1 ആണെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എബവ് ബൗണ്ടറിക്കും മുകളിൽ ഔട്ട്സൈഡ് എബവ് ബൗണ്ടറി ആണെന്നർത്ഥം. പക്ഷേ ബിലോ ബിറ്റും ലെഫ്റ്റ് ബിറ്റും റൈറ്റ് ബിറ്റും ഒക്കെ 0 എന്ന് വെച്ചാൽ ഈ പോയിന്റ് ലെഫ്റ്റ് ബൗണ്ടറിക്കുള്ളിലാണ്, റൈറ്റ് ബൗണ്ടറിക്കുള്ളിലാണ്, ബോട്ടം ബൗണ്ടറിക്കും അകത്താണ്, പക്ഷെ ടോപ്പ് ബൗണ്ടറിക്ക് പുറത്താണ്. അപ്പോൾ ഈ പോയിന്റിന് എബവ് ക്ലിപ്പിംഗ് ആണ് വേണ്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിന് ലെഫ്റ്റ് ക്ലിപ്പിങ്ങും വേണം, രണ്ടാമത്തെ പോയിന്റിന് ടോപ്പ് ക്ലിപ്പിങ്ങുമാണ് വേണ്ടുന്നത്. അപ്പോൾ ലെഫ്റ്റ് ക്ലിപ്പിങ്ങിൻ്റെ ഇക്വേഷനാണ് x1y1ന് ഉപയോഗിക്കേണ്ടത്, പക്ഷേ ടോപ്പ് ക്ലിപ്പിങ്ങിൻ്റെ ഇക്വേഷനാണ് x2y2ന് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം x1y1ൻ്റെ ലെഫ്റ്റ് ക്ലിപ്പിങ്ങിനായി ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഇക്വേഷൻ ഇതാണ്. ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്താണ് ആ പോയിന്റ് എങ്കിൽ, ഇതാണ് നമ്മുടെ ബൗണ്ടറി, നമ്മുടെ ലൈൻ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ലൈന്. അതിൽ ഫസ്റ്റ് പോയിന്റ്, അതായത് x1y1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്, x2y2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ലെഫ്റ്റ് ബൗണ്ടറി ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ക്ലിപ്പിംഗ് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ലെഫ്റ്റ് ക്ലിപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്തുള്ള ഭാഗം മാത്രം ക്ലിപ്പായി പോകും. ഏത് ഭാഗമാണോ ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്തുള്ളത് ആ ഭാഗം മാത്രം ക്ലിപ്പായി പോകുമ്പോൾ നമുക്ക് പുതിയൊരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടും. നമ്മുടെ ലൈൻ ലെഫ്റ്റ് ബൗണ്ടറിയെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു പോയിന്റ് കിട്ടും. ഈ പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്തുള്ള ഭാഗങ്ങൾ ക്ലിപ്പായി പോകുമ്പോൾ നമുക്കൊരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടും. ആ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് x = x മിനിമം ആൻഡ് y = y1 + m × x - x1 എന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈനാണ്. സ്ലോപ്പ് ഓഫ് ദ ലൈൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? y2 - y1/x2 - x1 ചെയ്താൽ സ്ലോപ്പിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ m കണ്ടുപിടിക്കാൻ അറിയാം. എക്സും വൈയുമാണ് ഇൻ്റർസെക്ഷൻ പോയിന്റുകൾ. എക്സ് മിനിമം വിൻഡോയുടെ ലെഫ്റ്റ് ബൗണ്ടറിയുടെ വാല്യൂ. ഇനി ഈ എക്സ് എന്താണ്? ഈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്ന വാല്യൂ എന്തോ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് അറിയാം, എക്സ് മിനിമം അറിയാം, എം അറിയാം, എക്സ് അറിയാം. ഈ രണ്ട് വാല്യൂസ് എന്താണ്? ഏത് പോയിന്റിനെയാണോ നമുക്ക് ക്ലിപ്പ് ചെയ്യേണ്ടത് ആ x1y1 ആണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് ക്ലിപ്പ് ചെയ്യേണ്ട പോയിന്റ് x1y1 ആണ്. അതായത് 1030 എന്ന് പറയുന്ന പോയിന്റിനെയാണ് ഞാൻ ക്ലിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ 1030 എന്ന പോയിന്റിലെ x1 ഇവിടെ എഴുതുക, y1 ഇവിടെ എഴുതുക. ക്ലിപ്പ് ചെയ്യപ്പെടേണ്ട പോയിന്റാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഈ ഇക്വേഷൻസിലാണ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് മിനിമത്തിൻ്റെ വാല്യൂ 20, x1y1 എന്ന് പറയുന്ന പോയിന്റ് 1030, എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുന്നു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഈ ഓരോ വാല്യൂസും നമ്മൾ ആ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ 20 എന്നും വൈയുടെ വാല്യൂ 20 എന്നുമാണ്. നിങ്ങൾക്ക് കാൽക്കുലേഷൻ നോക്കാവുന്നതാണ്. x = x മിനിമം എന്നാണ് നമ്മുടെ ഇക്വേഷൻ പറഞ്ഞിരുന്നത്. എക്സ് മിനിമത്തിൻ്റെ വാല്യൂ എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 20 എന്നാകുന്നു. അതേപോലെ y എന്ന് പറഞ്ഞാൽ y1 + m × x - x1 എന്നായിരുന്നു. ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം നമ്മൾ കണ്ടുപിടിച്ച എം എന്താണോ ആ വാല്യൂ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പോയിന്റ് x1y1 എന്നായിരുന്നു. x1ൻ്റെ വാല്യൂ ഇവിടെയും y1ൻ്റെ വാല്യൂ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന വൈയുടെ വാല്യൂ 20 എന്നാണ്. സോ ദ ഫൈനൽ ഇൻ്റർസെക്ഷൻ പോയിന്റ് xy ഈസ് 2020, വിച്ച് മീൻസ് ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്തുള്ള ഭാഗം ക്ലിപ്പ് ചെയ്ത് കളയുമ്പോൾ കിട്ടുന്ന ഇൻ്റർസെക്ഷൻ പോയിന്റ് 2020 എന്നാണ്. അങ്ങനെ ആദ്യത്തെ പോയിൻ്റായ x1y1നെ നമ്മൾ ക്ലിപ്പ് ചെയ്തു. ഇനി നമുക്ക് എന്തുകൂടെ ക്ലിപ്പ് ചെയ്യാൻ ബാക്കിയുണ്ട്? x2y2നെ ക്ലിപ്പ് ചെയ്യണം. അപ്പം നമ്മൾ x2y2നെ നോക്കി എബവ് ക്ലിപ്പിംഗ് ആണ് വേണ്ടുന്നതെന്ന് മനസ്സിലാക്കി അൽഗോരിതത്തിനകത്തുനിന്ന് എബവ് ക്ലിപ്പിങ്ങിൻ്റെ ഇക്വേഷൻ എഴുതിയെടുക്കുക. എബവ് ക്ലിപ്പിങ്ങിൻ്റെ ഇക്വേഷൻ ആയിരുന്നു y = y മിനിമം
ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു x2 പ്ലസ് y മൈനസ് y2 ബൈ എം. ഓക്കെ, അപ്പോൾ ഇവിടെ എം നമുക്കറിയാം, എം സ്ലോപ്പാണ്. വൈ മിനിമം എന്ന് പറഞ്ഞാൽ വിൻഡോയുടെ ടോപ്പ് ബൗണ്ടറിയാണ്. എക്സും വൈയും എന്ന് പറയുന്നത് ലൈൻ ക്ലിപ്പ് ആയതിന് ശേഷമുള്ള ഇൻ്റർസെക്ഷൻ പോയിന്റ്. അതായത് നമ്മുടെ ലൈൻ ഒന്ന് കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ഫിഗർ ഉണ്ട്. ഈ ലൈനിലെ സെക്കൻഡ് പോയിൻ്റായ x2 y2 നമ്മൾ നോക്കിയാൽ ഇത് ടോപ്പ് ബൗണ്ടറിക്ക് മുകളിലാണ്. അതുകൊണ്ട് എബവ് ക്ലിപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ ടോപ്പ് ബൗണ്ടറിക്ക് മുകളിലുള്ള ഭാഗം ക്ലിപ്പായി പോവുകയും എന്നാൽ അവിടെ ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നു. ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ എക്സും വൈയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ടോപ്പ് ബൗണ്ടറിയുടെ വാല്യൂ ആണ്. അതുപയോഗിച്ച് y കണ്ടുപിടിക്കാം. പിന്നെ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സ്ലോപ്പ് യൂസ് ചെയ്യണം. പിന്നെ ഈ y എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിക്കുന്ന y ആണ്. അത് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ x2 y2 ആയി എഴുതേണ്ടത് ഏത് പോയിന്റിനെയാണോ ക്ലിപ്പ് ചെയ്യാൻ പോകുന്നത് ആ ക്ലിപ്പ് ചെയ്യേണ്ട പോയിൻ്റാണ് ഇവിടെ എഴുതേണ്ടത്. ക്ലിപ്പ് ചെയ്യപ്പെടേണ്ട പോയിന്റിലെ എക്സും വൈയുമാണ് ഇവിടെ എഴുതേണ്ടത്. നമ്മുടെ ക്ലിപ്പ് പോയിന്റ് എന്ന് പറയുന്നത് 3010 എന്നായിരുന്നു. 3010 എന്ന പോയിന്റിനെയാണ് ഞാൻ ക്ലിപ്പ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റിലെ എക്സ് വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതേപോലെ ഈ പോയിന്റിലെ വൈ വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. ഇക്വേഷനിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. y ഈസ് ഈക്വൽ ടു y മിനിമം എന്നാണ്. y മിനിമത്തിൻ്റെ വാല്യൂ 10 ആണ്. സോ എം കണ്ടുപിടിക്കുന്നു. എമ്മും y മിനിമവും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി നമ്മൾ കണ്ടുപിടിച്ച എക്സിൻ്റെ വാല്യൂ 20യും വൈയുടെ വാല്യൂ 20യുമാണ്. സോ ദ ക്ലിപ്പിംഗ് പോയിന്റ് ഈസ് 2020. അങ്ങനെ രണ്ടാമത്തെ പോയിൻ്റായ x2 y2വിനെ എബവ് ക്ലിപ്പിംഗ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ് 2020. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് ലൈൻ കിട്ടിയാലും ആ ലൈനിനെ വിൻഡോ ബൗണ്ടറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ക്ലിപ്പ് ചെയ്യേണ്ടതാണ്. ലെഫ്റ്റ് ബൗണ്ടറിക്ക് പുറത്താണെങ്കിൽ ലെഫ്റ്റ് ബൗണ്ടറിയുടെ ക്ലിപ്പിംഗ് ഇക്വേഷൻസ് യൂസ് ചെയ്യുക. ടോപ്പ് ബൗണ്ടറിക്ക് പുറത്താണെങ്കിൽ ടോപ്പ് ബൗണ്ടറിയുടെ കറസ്പോണ്ടിങ് ക്ലിപ്പിംഗ് ഇക്വേഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഏത് ബൗണ്ടറിയെയാണോ പോയിൻ്റ് എക്സീഡ് ചെയ്യുന്നത് ആ ബൗണ്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലിപ്പിംഗ് ഇക്വേഷൻസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഏത് ലൈൻ ക്ലിപ്പ് ചെയ്യാൻ പറഞ്ഞാലും അതിൻ്റെ 2 എൻഡ് പോയിന്റുകൾ ഉള്ളതിൽ ഓരോ എൻഡ് പോയിന്റിൻ്റെയും റീജിയൻ കോഡ് കണ്ടുപിടിക്കുകയും റീജിയൻ കോഡ് കണ്ടുപിടിച്ച ശേഷം അവയെ ലോജിക്കൽ ആൻഡ് ചെയ്ത് ഫൈനലി കിട്ടുന്ന റിസൾട്ടിനെ വീണ്ടും ലോജിക്കലി ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ലോജിക്കൽ ഓർ ഓപ്പറേഷന് ശേഷം ഫൈനൽ കിട്ടുന്ന റിസൾട്ട് 0 ആണെങ്കിൽ ലൈൻ ക്ലിപ്പിങ്ങിന് വേണ്ടി ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കൊഹൻ സുദർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്